നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഈ വർഷത്തിൽ ലഭിക്കുന്നതാണ്. നഷ്ടപരിഹാരമായി പൊന്നും വില തന്നുകൊണ്ട് സർക്കാർ വസ്തുവകകളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുവഴി ധനലാഭവും ഉണ്ടാകുന്നതാണ്. വളരെ കാലമായി നിലനിൽക്കുന്ന പല സാമ്പത്തിക വിഷമതകളും ഈ കാലയളവിൽ പരിഹരിക്കപ്പെടുന്നതാണ്. നിയമ നടപടികളിൽ നിന്നും മുക്തി ഉണ്ടാകുന്നതാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം, വിദേശയാത്രകൾ മൂലം നേട്ടങ്ങൾ, വിവാഹ നിശ്ചയം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കൂടാതെ പ്രേമ സാഫല്യം ഉണ്ടാകുന്നതാണ്. പല പുതിയ അനുകൂല ബന്ധങ്ങളും ഉടലെടുക്കുന്നതാണ്. അവാർഡുകൾ, പൊതുജനപ്രീതി, സാമൂഹ്യ അംഗീകാരം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. ജലസമൃദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എന്നിവയൊക്കെ ഫലം കാണുന്നതാണ്. എഞ്ചിനീയറിംഗ് രംഗം, രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട രംഗം, കോടതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള കാലമാണ്. പോലീസ്, സൈന്യം എന്നിവയിൽ തൊഴിൽ ചെയ്യുന്നവർക്കും നേട്ടമുള്ള സമയമാണ്. ഈ രംഗത്ത് തൊഴിൽ നേടുന്നവർക്കും നല്ല വിധത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ, അംഗീകാരം, അവാർഡുകൾ എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകുന്നതാണ്. പ്രാദേശിക രാഷ്ട്രീയ രംഗത്ത് നേതൃത്വത്തിന്റെ അംഗീകാരം ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ അവിചാരിതമായിട്ടുള്ള സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പൊതുവിൽ പ്രതീക്ഷിക്കേണ്ടത്. ഭൂമി, വാഹനം, ഭവനം എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനുമുള്ള സാധ്യത കാണുന്നു. ദോഷശാന്തിക്കായി വൃശ്ചികക്കൂറുകാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ക്ഷേത്ര ദർശനം നടത്തി പഞ്ചാമൃതം വഴിപാടായി നടത്തുക. കൂടാതെ കുമാരസൂക്ത അർച്ചന നടത്തുക. ദോഷങ്ങളില്ലാതായി ഗുണങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അർഹിക്കുന്ന കർമ്മഗുണം, ധനനേട്ടം, കടബാധ്യതകൾ തീർക്കൽ ഇവയ്ക്കൊക്കെ സാഹചര്യം ഉണ്ടാകാം. ചെറുകിട വ്യാപാരം ലാഭമാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബൈക്യം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കും ഫലമുണ്ട്. രോഗശമനം, ജോലിക്കയറ്റം, നൂതന സംരംഭങ്ങൾക്ക് തുടക്കമിടാൻ ഉചിതമായിട്ടുള്ള സമയം ഒക്കെയാണ്. സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന സമയമാണ്. ചെയ്തു തീർക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഈ വർഷം അനുഭവത്തിൽ വരും. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ പ്രത്യേക വിശേഷ ഫലത്തെ പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. കഠിന പ്രയത്നം ആവശ്യമാണ്. എല്ലാ മേഖലകളിലും അനാവശ്യമായി പ്രവർത്തിക്കേണ്ട വന്നേക്കാം. ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന പക്ഷം വിജയമുണ്ടാകുന്നതാണ്. അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങൾ അതിപ്രയത്നത്തോടുകൂടി ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആത്മധൈര്യത്താൽ അവയെല്ലാം മാറിപ്പോകുന്നതാണ്. സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും മുഖേന ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ സ്ഥാനനഷ്ടം, വിരഹം, സന്താന ദുഃഖം എന്നിവ അനുഭവപ്പെട്ടേക്കാം. ഭാഗ്യത്തിലും ഈശ്വരവിശ്വാസത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. കൂടാതെ ദാമ്പത്യ ക്ലേശം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പ്രത്യേകമായി പരിശോധിക്കാം. അഹോരാത്ര പ്രയത്നത്തിലൂടെ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാകുകയുള്ളൂ. എല്ലാ കാര്യത്തിലും അലസത മനോഭാവം ഉണ്ടാകാം. മാനസിക സമ്മർദ്ദവും വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സ്ത്രീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം. രോഗഭയവും അലട്ടുന്നതാണ്. വിദഗ്ധ ഉപദേശം എല്ലാ കാര്യത്തിലും സ്വീകരിക്കേണ്ടതാണ്. സഹപ്രവർത്തകരോട് സമാധാനപരമായി പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ശരീര സുഖക്കുറവ്, ദുർകൂട്ടുകെട്ടുകൾ, ധനനഷ്ടം, മാനഹാനി ഇവ അനുഭവപ്പെട്ടേക്കാം. കൂടാതെ വാസസ്ഥലം മാറേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. കേസ് വഴക്കുകളും നേരിടേണ്ട വന്നേക്കാം. വരവിൽ കവിഞ്ഞ ചെലവ് അനുഭവപ്പെട്ടേക്കാം. മാനസിക ക്ലേശം വർദ്ധിക്കാനും സാഹചര്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.